പ്രൈസ് ഗോഡ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ സമയത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അമേൻ. കടന്നു എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവിന്റെ പകലിൽ ധാരാളമായി സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഒക്കെ ദൈവസന്നിധിയിലായിരിക്കാൻ അമേൻ കൃപ ചെയ്തു. അമേൻ. എല്ലാവർക്കും എല്ലാ മീറ്റിങ്ങിലൊന്നും കടന്നു വരാനൊന്നും കഴിഞ്ഞില്ല. പക്ഷേ അമേൻ പ്രൈസ് ദി ലോർഡ്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പലരെയും അലട്ടി. അമേൻ. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം ഇന്ന് പകൽ നമ്മെ കൂട്ടി വരുത്തിയല്ലോ. ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ വേഗത്തിൽ ശ്രദ്ധിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു നിർത്തിയ ഒരു വേദഭാഗമുണ്ട്. അതിന്റെ തുടർച്ച ഈ ആഴ്ച ഉണ്ടാകുമെന്ന് നന്നേ പറഞ്ഞ് നമ്മൾ നിർത്തിയതാണ്. റോമലേഖനം 11-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. അതിന് പുറകിലത്തെ വാക്യം പറയുന്നു, ആമേൻ, എലിയാവ് ദൈവസന്നിധിയിൽ ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആമേൻ കർത്താവ് പറയുക, ബാലിന് മുട്ടുമടക്കാത്ത ഒരു 7000 പേരെ ഞാൻ വേറെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വാക്യം വായിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ബാലിന് മുട്ടുമടക്കാത്ത ഒരു തലമുറയെ കുറിച്ച് ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അമേൻ ചിന്തിക്കുവാനിടയായത്. ഈ ആഴ്ച അമേൻ അതിനോട് ചേർന്ന് കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ഒരു തലമുറ, കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ഒരു തലമുറ. അമേൻ. നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത് കൃപയാലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൈസ് ഗോഡ്. നമ്മളിപ്പോ പറയുമ്പോഴും പറയും കൃപയാല, 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 എൻ്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാല. നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലും നാം ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാൽ തന്നെയാണ്. വേദപുസ്തകത്തിൽ 1-2 വാക്യങ്ങളിലേക്കൊന്ന് പോയി 1-2 വ്യക്തികളെ പരിചയപ്പെട്ട് നമുക്ക് വരാം. നല്ല പരിചയമുള്ളവരാ എങ്കിലും വചനം അതിനകത്തേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊന്ന് പോകാം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 7-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 1-ാം വാക്യം. മതി 6-8 വായിച്ചു. അപ്പോ ആ തലമുറയിൽ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആ കൃപ ലഭിച്ചത് കൊണ്ട് നോഹയെ കുറിച്ച് അടുത്ത ദൈവം അവനോട് ഇടപെടുകയാണ്. ഈ തലമുറയിൽ ദൈവത്തിന്റെ മുൻപാകെ ദൈവം നോഹയെ നീതിമാനായി കണ്ടിരിക്കുന്നു. നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് അല്ല, വീട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് അല്ല, ദൈവം കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ഈ തലമുറയിൽ ഞാൻ നിന്നെ എന്റെ മുമ്പിൽ നീതിമാനായി കണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് മുഖത്ത് നോക്കി കൈ കൊടുത്തിട്ട് പറയണം, നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്, ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റാ വേണ്ടേ. കൈ കൊടുത്ത് പറയണം. ആമേൻ. അപ്പൊ അന്നേരം തന്നെ നമ്മൾ ആലോചിച്ചോണം, നമ്മളെ കുറിച്ച് എന്നാ സർട്ടിഫിക്കറ്റ് പറയുമെന്നുള്ളത് നമ്മൾ അന്നേരം തന്നെ ആലോചിക്കുകയോടെ ചെയ്തോണം. ദൈവം എന്താ നമ്മളെ കുറിച്ച് പറയുന്നത് എന്ന്. ഇവിടെ നമ്മൾ കണ്ട നോഹ എന്ന് പറയുന്ന വ്യക്തി ദൈവം അവന് കൃപ കൊടുത്തു എന്നുള്ളത് ഒരു ഭാഗം. രണ്ടാമത്
ഏറ്റവും വഷളായി ജനം ഏറ്റവും പ്രശ്നത്തിലൂടെ പോയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവരങ്ങ് ദൈവത്തെ വിട്ടുമാറി ഭയങ്കര വഷളത്വം പ്രവർത്തിക്കുന്ന സമയം വചനം പറയുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചത് മൂലം ദൈവത്തിന്റെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടായി. ദൈവം അനുതപിച്ചു എന്നാ പറയുന്നത്. മനുഷ്യനെ ഈ ചില ജന്മങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാല് വിടാൻ തിരിക്കുന്ന ആരെയല്ല കേട്ടോ. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഒരു മനുഷ്യന് ദൈവത്തിന്റെ കൃപ ലഭിച്ചപ്പോ രണ്ട് കാര്യങ്ങളാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ആ കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന ന്യായവിധിക്കകത്തു നിന്ന് അവനെ കൃപ ലഭിച്ചത് അവനും അവന്റെ തലമുറയും ആ കുടുംബം രക്ഷപ്പെട്ടു. എല്ലാവരും ഒരുപോലെ ആ ന്യായവിധിക്ക് അകപ്പെട്ടു പോയപ്പോഴും, എല്ലാവരും അതിനകത്ത് തകർന്നു പോയപ്പോഴും ഈ കുടുംബമല്ലാതെ വേറൊന്നും ശേഷിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയത്തക്ക രീതിയിൽ മുഴുവൻ നശിച്ചു പോയി. പക്ഷേ അന്നേരവും കൃപ ലഭിച്ചവൻ അവന്റെ കുടുംബം ഹല്ലേലൂയ, അവന്റെ കുടുംബം രക്ഷപ്പെട്ടു. ഞാൻ ഇവിടെ നിന്നുകൊണ്ടൊരു കാര്യം പറയാം. ഈ ദൂതന്റെ ഈ ഭാഗം നിന്നുകൊണ്ട് ഒരു കുടുംബത്തിനകത്ത് ഒരാൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചാൽ, ഒരാൾക്ക്, അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒറ്റവാക്കി പറഞ്ഞാൽ നോട്ടം വീഴും ആ കുടുംബത്തിന്റെ മേൽ. ഒരാൾക്കേ ദൈവകൃപ ലഭിച്ചുള്ളൂ, പക്ഷെ ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ നോട്ടം വീണു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുത്തന്റെ മേൽ കൃപ വ്യാപരിച്ചാൽ മതി. എല്ലാവരുടെ മേലും കൃപ വ്യാപരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മളെല്ലാവരും പറയും നമ്മളെല്ലാവരും കൃപയായതുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നേ. നമുക്ക് ആർക്കും പുകഴാനൊന്നും ഇല്ല പ്രിയമുള്ളവരെ. നമുക്ക് കഴിവ് പറയാനില്ല, സമ്പത്ത് പറയാനില്ല, അല്ലെ ഭയങ്കര ജ്ഞാനമുള്ളവരാ പറയാനില്ല. ഇതൊക്കെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇതൊക്കെ നോക്കിയായിരുന്ന നമ്മൾ പലരും കാണത്തില്ലായിരുന്നു ഇതിനകത്തില്. ഇതിനകത്തും ഒക്കെ ഒരു കഴിവുമില്ലാത്ത ചിലതിനെ ദൈവം വേർതിരിച്ചെടുത്തപ്പോ ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത് കേട്ടോ. നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുകൊന്നുമല്ല. ഇന്ന് മദേഴ്സ് ഡേ ഒക്കെ ഞങ്ങൾ വളരെ ബഹുമാനിക്കുന്നുണ്ട്. അത് അവസാനത്തിൽ നമുക്ക് സംസാരിക്കാം. പക്ഷേ നിങ്ങളെക്കാളൊക്കെ എത്ര സ്മാർട്ടായിട്ടുള്ള നേഴ്സുമാരെ നാട്ടിലുണ്ടെന്നറിയാം. ഇപ്പോഴും എത്ര സ്മാർട്ടായിട്ടുള്ളവര്, നിങ്ങളെ പഠിപ്പിച്ചവര് തന്നെ കാണും അവിടെ. അവരാരും ഇങ്ങോട്ട് വന്നില്ല. നിന്റെ മുമ്പിൽ വഴി തുറന്ന് നിനക്ക് ഇവിടെ വരാൻ ദൈവം ഇടയാക്കിയത് തന്നെ കൃപയല്ലേ? ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? ഒത്തിരി പേരുടെ ഇടയിൽ നിന്നും നിനക്കൊരു തെരഞ്ഞെടുപ്പ് വീണില്ലേ? ദൈവം നിന്നെ ചൂസ് ചെയ്തില്ലേ? ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നില്ലേ? ദൈവപ്രവൃത്തി വെളിപ്പെട്ടില്ലേ? നിന്നിലൂടെ നിന്റെ തലമുറയ്ക്ക് ഒരു വിടുതൽ വന്നില്ലേ? നിന്റെ കുടുംബത്തിന് ഒരു വിടുതൽ വന്നില്ലേ? ദൈവം അത് ചെയ്തില്ലേ? ഇന്ന് പകൽ നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ അതരം തുറന്ന് ദൈവത്തിന് നന്ദി പറയണം. ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകണം. യോഗ്യതയൊന്നും പറയാനില്ല, പക്ഷേ ഭൗതിക തലത്തിൽ ഞങ്ങളെ മാനിച്ചൊരു ദൈവമുണ്ട്. ഇന്നലകളിലെ നിന്നങ്ങളെ മാറ്റിയൊരു ദൈവമുണ്ട്. ഇന്നലകളിലെ സാഹചര്യങ്ങളെ മാറ്റിയൊരു ദൈവമുണ്ട്. ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രത്തോളം കൊണ്ടുവരുവാൻ നമ്മൾ ആരും ഒന്നും അല്ലെന്നേ, പക്ഷെ ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാ. ഹല്ലേലൂയ. ഈ ദൈവം ചെന്നിട്ട് നോഹയോട് പറയുകയാ, നിന്നെ എന്റെ തലമുറയിൽ നിന്നെ ഈ തലമുറയിൽ ഞാൻ നീതിമാനായി കണ്ടിരിക്കും. നമ്മുടെ നാടൻ രീതിയിലേക്ക് പോവാ ഞാനേ. ഇപ്പൊ എന്നോടാ പറയുന്നെങ്കിലുണ്ടല്ലോ, എനിക്കൊരു അരയൊടിയുടെ
അരടിയുടെ ക്ലരം വെക്കും. വേറെ ആരും സർട്ടിഫൈ ചെയ്തല്ല, ദൈവം പറഞ്ഞല്ലേ. നീതിമാൻ ആയിട്ട് ദൈവം എന്നെ കണ്ടു. ആ പൊങ്ങൽ മതി, അതോടുകൂടെ ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ് എഴുതും ചിലപ്പം. ആമേൻ. പക്ഷെ ഈ മനുഷ്യനെ ശ്രദ്ധിച്ചു നോക്കിക്കേ. പുസ്തകത്തിന്റെ ചരിത്രത്തിനകത്ത് എഴുതപ്പെട്ട ഒരുവൻ ഇന്ന് പകൽ എനിക്ക് കൈമാറാനുള്ള ദൂതിത, നിന്റെ മേൽ കൃപ വ്യാപരിച്ചു എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഒരു മൂലയ്ക്ക് അവസാനിക്കാനല്ല നിന്റെ മേൽ കൃപ വ്യാപരിച്ചത്. അവൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിട്ട് ഈ ലോകം വിട്ട് പോകാനല്ല നിന്റെ മേൽ കൃപ വ്യാപരിച്ചത്. നിന്റെ മേൽ കൃപ വ്യാപരിച്ചത് വ്യത്യസ്തതയോടുകൂടെ ചിലത് ചെയ്യാനാ അവൻ ദൈവത്തിനെ ആക്കി വെച്ചിരിക്കുന്നതെന്ന് ഇന്ന് പകൽ നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ അവൻ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകണം. അവൻ നിന്നെ ദൈവം വിളിച്ചത് അവൻ എവിടെങ്കിലും തീർന്ന് ആരുടെയെങ്കിലും കീഴിൽ അവസാനിച്ചു എന്ന് പറയാനല്ല. അവൻ ഒരു ചരിത്രം എഴുതുന്ന പോലെ അവൻ നിന്നെ കുറിച്ച് 4 പേര് പറയത്തക്ക വേണം. അവല്ല 4 അല്ല, നിന്റെ തലമുറ എങ്കിലും അവൻ ദൈവത്താൽ അവൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് പറയാൻ ഇടയാകണം. ഞാൻ പറയുന്നത് മറ്റാരും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ളവരെങ്കിലും പറയണം നമ്മളെ കുറിച്ച്. ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചപ്പോ കുടുംബം വിടുവിക്കപ്പെട്ടു എന്നുള്ളത് ചരിത്രത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്. ചരിത്രത്തിനകത്തെ ഒരു വ്യക്തിയായിട്ട് അവൻ മാറ്റപ്പെട്ടു. പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, എന്നിൽ വ്യാപരിച്ച കൃപ അത് വ്യർത്ഥമായി പോയില്ലെന്ന്. പറയാമോ? ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചത് വ്യർത്ഥമായി പോയില്ലെന്ന്. കൃപ വ്യാപരിച്ചത് വ്യർത്ഥമായോ? ഇല്ലല്ല. കൃപ വ്യാപരിച്ചത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഒരു ഭാഗം. പക്ഷെ നിന്റെ മേൽ വ്യാപരിക്കുന്ന കൃപ, പ്രിയമുള്ളവര്, നമ്മൾ കാണുന്നതിനും നമ്മൾ അളക്കുന്നതിനും ഒക്കെ മേളില്ല ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. നമ്മൾ എത്രമാത്രം അറിയുന്നു ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. നമുക്കതിനെ കുറിച്ചുള്ള ബോധ്യം എത്രമാത്രമാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ, നീ ഒരു വ്യത്യസ്ത വ്യക്തിയാ. നീ കൃപയ്ക്കകത്ത ദൈവം തന്നെ ആക്കി വെച്ചിരിക്കുന്നതെങ്കിൽ ഓർത്തോളം നീ ഒരു വ്യത്യസ്ത വ്യക്തിയാ. ഈ ലോകത്തെ നമ്മൾ ശ്രദ്ധിച്ച് ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചവന് നീതിമാനെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തത് മാത്രമല്ല, ഈ പറയുന്ന പ്രകൃതിക്കകത്തുനിന്നുണ്ടായ ദുരന്തങ്ങൾക്ക് പോലും അവനെ ഒതുക്കി കളയാൻ കഴിഞ്ഞില്ല. പ്രകൃതിക്ക് രോഗയെ ഒതുക്കാൻ കഴിഞ്ഞില്ല. കാരണം ദൈവത്തിന്റെ കൃപ ലഭിച്ചവനാ. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, നിന്നെ പല ശക്തികൾ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നവരെതിരെ നടുവിൽ കാണും. പല കാര്യങ്ങൾ നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഇന്ന് പകൽ പറയണ, എന്റെ ശരീരത്തിനോ എന്റെ മനസ്സിനോ അല്ല, ഒരു രോഗത്തിനോ ഒരു പ്രശ്നത്തിനോ എന്നെ ഒതുക്കി കളയാൻ കഴിയത്തില്ല. എന്നിലെ ദൈവശക്തിയെ ഒതുക്കി കളയാൻ കഴിയത്തില്ല. എന്റെ മേൽ പകർന്ന ദൈവകൃപയെ ഒതുക്കാൻ കഴിയത്തില്ല. എന്റെ മേൽ വന്നിരിക്കുന്ന എന്ത് വിഷയമാണേലും ഇന്ന് പകൽ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ അത് പുറത്തു പോകുമെന്ന് ഈ ആധാരം തുറന്ന് പറഞ്ഞാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന കൃപയ്ക്ക് അത് ചെയ്യാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ. ഇന്ന് പകൽ ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത് ഹല്ലേലൂയ ഒരു വെറുതെ ഒരു എക്സസൈസ് ചെയ്യിക്കുകയല്ല നിങ്ങളെ കൊണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങളുടെ അകത്തൊന്ന് ബോധ്യമാക്കാനാ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അടുത്ത ഇരിക്കുന്ന കൈ കൊടുത്തേച്ച് മുഖത്ത് നോക്കിയിട്ട് പറയണം, നിന്റെ മേൽ കൃപ വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും നിന്നെ ഒതുക്കാൻ പറ്റില്ല. കൃപ വ്യാപരിച്ചിട്ടുണ്ടോ ഒന്നിനും നിന്നെ ഒതുക്കി കളയാൻ കഴിയത്തില്ല. കാരണം നിന്റെ മേൽ വ്യാപരിച്ചത് മനുഷ്യന്റെ കൃപയല്ല, നിന്റെ മേൽ വ്യാപരിച്ചത് സ്വർഗത്തിന്റെ കൃപയാ. എന്റെ യേശുവിന്റെ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്തിട്ട അവന് കൃപ നമുക്കായി പകർന്നത്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമുക്കൊന്ന് പോകാം. ഒരു വാക്യം കൂടെ വായിക്കാം. 13:36.
മതി. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തിട്ട് നിദ്ര പ്രാപിച്ചു. ആ തലമുറയിൽ പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ചിരിക്കുന്ന വാക്യം ശ്രദ്ധിച്ചോണം. ഈ തലമുറയിൽ ഒരു ശേഷിപ്പുണ്ടെന്ന്. നോഹയുടെ തലമുറയെ കുറിച്ച് നമ്മൾ കേട്ടു. ദാവീദിന്റെ തലമുറയെ കുറിച്ച് പറഞ്ഞ ആ തലമുറയിൽ അവൻ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. ചരിത്രത്തിനകത്ത് എഴുതപ്പെട്ടെന്നേ. ചരിത്രത്തിനകത്ത് എഴുതപ്പെട്ട ഓരോ തലമുറയ്ക്കകത്ത് ദൈവം കണ്ട ചിലത് ചരിത്രത്തിനകത്ത് എഴുതപ്പെട്ടു. ഇന്ന് പകൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, വചനം റോമാലേഖനം പറഞ്ഞ് ഈ കാലഘട്ടത്തിൽ ചരിത്രത്തിനകത്ത് എഴുതപ്പെടത്തക്കവണ്ണം കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ദൈവത്തിന്റെ ഒരു ശേഷിപ്പെന്ന് പറയുന്ന ഒരു കൂട്ടത്തിനകത്ത് പെട്ടതാ നീ ഞാനുമെന്ന് അകത്തുറപ്പുണ്ടെങ്കിൽ ഓർത്തോണം. ചരിത്ര സംഭവമായി മാറുന്ന പലതും നിന്നിലൂടെ വെളിപ്പെടത്തക്കവണ്ണം ദൈവത്തിന് ചെയ്യാൻ കഴിയും. ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്റെ പാസ്റ്റർ എവിടെയെങ്കിലും ഇരുന്ന് ഞങ്ങൾക്ക് അങ്ങ് രക്ഷപ്പെട്ടു പോയി സ്വർഗത്തിൽ പോയാൽ മതി, എങ്ങനെയും പോയാൽ മതി. അങ്ങനെ പോകാൻ അല്ല ദൈവം തന്നെ ആക്കി വെച്ചത്. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു പാട്ടിങ്ങനുണ്ട്, വെറും കൈയായി ഞാൻ ചെല്ലുമോ, വെറും കൈയായി ഞാൻ ചെല്ലുമോ, ദൈവത്തിന്റെ മുൻപാകെ നിൽക്കാം. ചെല്ലുവോ? ഒരാളെങ്കിലും നേടാൻ നിനക്ക് പറ്റുമോ? ഞാൻ പറയുന്നത് ഒരാഴ്ച മൊത്തം ചെലവഴിച്ചിട്ട് ഒരാളെ ദൈവരാജ്യത്തിലേക്ക് നേടാൻ കഴിയുമോ? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കഴിവിനകത്തോ ബലത്തിനകത്തോ ഒന്നുമല്ലതിരിക്കുന്നത്. നിന്റെ അകത്തൊരു ആത്മഭാരം വേണം. നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നെ ഉപയോഗിക്കാൻ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ ചിലപ്പോൾ പറ്റിയില്ലെന്നിരിക്കും. എല്ലാവർക്കും ഹല്ലേലൂയ സ്റ്റേജുകളിലൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയില്ലെന്നിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വ്യക്തിപരമായി കാണുന്ന ഒരാളോട് നിന്റെ ദൈവത്തെ നിനക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയാൽ ദൈവത്തിന്റെ കാര്യപരിപാടി നിങ്ങളോട് വെളിപ്പെടുന്നത് നിനക്ക് കാണാൻ പറ്റും. നിന്നെ വിടുവിച്ചൊരു ദൈവത്തെ നീ പ്രസന്റ് ചെയ്താൽ മതി. വേറൊന്നും പറയണ്ട. അവരെ ഒന്നും ദൈവത്തിലേക്ക് ആകർഷിക്കുന്ന പണി നമ്മുടേതല്ല, പരിശുദ്ധാത്മാവ് ആകർഷിക്കുന്നത്. ഇന്ന് പകൽ ധൈര്യമില്ല, ബലമില്ല എന്നൊക്കെ പറയുമ്പോ, പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോ, ഇന്നുള്ള ഒരു തലമുറയെ കുറിച്ചൊരു വാക്ക് പറഞ്ഞ് വേഗത്തിൽ ഞാൻ എന്റെ ദൂത് അവസാനിപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഭയന്നും പേടിച്ചുമൊക്കെ ഇരുന്ന ഒരു കൂട്ടം ശിഷ്യന്മാർ മാളിക മുറിക്കകത്ത് കയറി ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, അപ്പോസ്തല പ്രവർത്തികൾ എന്ന് പറഞ്ഞ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് ഈ പറയുന്ന മാളിക മുറി കയറി ഇറങ്ങിയ ഒരു കൂട്ടം ചെറുപ്പക്കാരെ കൊണ്ടാണെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും, അവർ മാളിക മുറിക്കകത്ത് കയറിയതുപോലെ ഞങ്ങളുടെ മേൽ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ മേൽ വ്യാപരിച്ച അതേ ആത്മാവ് നമ്മുടെ മേലും വ്യാപരിക്കുന്നത്. അവർ പുറത്തോട്ട് വന്നപ്പോ മുട്ടത്തൻ അവരുടെ മുമ്പിൽ ചാടി എഴുന്നേൽക്കാൻ ഇടയായി. അവർ പുറത്തോട്ട് വന്നപ്പോ രോഗിയായി കിടന്നവർ എഴുന്നേൽക്കാൻ ഇടയായി. ഇന്ന് പകൽ നമ്മുടെ മേൽ ആത്മശക്തി വ്യാപരിക്കും നമ്മൾ പറയുമ്പോഴും പല രോഗത്തിൽ അടിമപ്പെട്ടിരിക്കുന്നത് പോലെ എന്തുകൊണ്ടാ എന്നറിയാൻ വയ്യാത്ത ഉത്തരമില്ലാത്ത ചോദ്യമായിട്ട് ഇന്ന് പകലിരിക്കുമ്പോ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പകൽ ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് നിന്നെ വിടുവിക്കാൻ കഴിയുമെന്ന്. ഈ പകൽ ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് നിന്റെ പ്രശ്നത്തെ മാറ്റാൻ കഴിയുമെന്ന്. ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് നിന്നെ വിടുവിക്കാൻ കഴിയുമെന്ന്. ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായിക്കേ.
ഈ പകൽ ഒരു ദൈവിക വിടുതന്റെ പകലായി സ്വർഗം അത് ചെയ്തെടുക്കുക. ഞാൻ പറയുന്നത് ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഒരു ശേഷിപ്പ്, കൃപയാലുള്ള തെരഞ്ഞെടുപ്പ് പ്രകാരം ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു ശേഷിപ്പ് നിന്ന് പകൽ നാം ആയിരിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ആമേൻ, ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ലായിരിക്കാം, ഒരുപാട് കാര്യങ്ങളില്ലായിരിക്കാം, പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ഹല്ലേലൂയ, നിന്റെ കരങ്ങളിൽ ആമേൻ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും നിന്റെ കരത്തിൽ ഒരു ദൈവശക്തി വ്യാപരിക്കുമെന്ന്? നിന്റെ മേൽ ആത്മാവുണ്ടെന്ന് പറയുന്നെങ്കിൽ നിന്റെ ഉള്ളിൽ ബോധ്യമുണ്ടായിരിക്കണം, ആമേൻ, നിന്റെ കരങ്ങളിൽ ഒരു ആത്മശക്തി വ്യാപരിക്കുമെന്ന്. ആമേൻ. കാരണം ആത്മാവ് ചുമ്മാതെ ഇരിക്കുകയല്ല അതിനകത്ത്. ആമേൻ. ആത്മാവ് പ്രവർത്തിക്കുന്ന ആത്മാവ്. ആമേൻ. നിന്റെ അകത്തൊരു വിശ്വാസം, ആമേൻ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഒരാൾ വിശ്വസിക്കുക, ഞാൻ കരം വെച്ചാൽ എന്റെ കരത്തിലൂടെ ദൈവശക്തി വ്യാപരിക്കുമെന്ന്. ആമേൻ. നീ വിശ്വസിച്ചാൽ അങ്ങനെ വ്യാപരിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ പുസ്തകത്തിനകത്ത് പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ പെന്തക്കോസ്തുകാർക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുകയല്ല. വിശ്വസിക്കുന്ന ആരുണ്ടോ അവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാ. ആമേൻ, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ ഇത് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പല കാര്യങ്ങൾ വായിച്ചു വിടുമ്പോ ഇതൊക്കെ നമുക്ക് നാളുകൾ കൊണ്ട് ഇന്ന് തുടങ്ങിയപ്പോ പറഞ്ഞല്ലോ ഇതൊരു ചടങ്ങ് പോലെ ആകുകയാണ്. പക്ഷെ ഇന്ന് പകലും ആരുടെ ഉള്ളിൽ അത് വിശ്വാസമായിട്ട് പരിണമിക്കുമോ? എബ്രായ ലേഖനം പറയുന്നത് കേട്ട വചനം ആർക്കും ഉപകാരമായിട്ട് വന്നില്ല, കാരണം അവരുടെ ഉള്ളിൽ അത് വിശ്വാസമായിട്ട് പരിണമിച്ചില്ല. പക്ഷേ ഇന്ന് പകൽ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോ നിന്റെ അകത്തത് വിശ്വാസമായി പരിണമിക്കുന്നെങ്കിൽ അത് നിനക്ക് ഉപകാരമായിട്ട് വരും. എങ്ങനെ ഉപകാരമാകും? അത് അതിന്റെ പ്രവൃത്തി ചെയ്യും. അവൻ വചനം വെറുതെ വരത്തില്ല. അവൻ വചനം അതിന്റെ പ്രവൃത്തി ചെയ്യും. അവൻ വചനം ചിലതിനെ വിടുവിക്കാൻ, അവൻ വചനം അയച്ച് ചിലതിനെ സൗഖ്യമാക്കി, അവൻ വചനം അയച്ച് ചിലതിനെ കുഴിയുന്ന കയറ്റി, അവൻ വചനം അയച്ച് അവൻ പ്രശ്നങ്ങളെ ഉടച്ചു കളഞ്ഞു. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അവൻ ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് അവൻ നിന്നിലൂടെ ചില ചെയ്യാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ബൈബിളിന്റെ ഒരു ഭാഗം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തോണ്ട് പോയത്. ഫിലിപ്പോസിനെ ആത്മാവ്, ഇപ്പൊ നിങ്ങൾ ഇത്രയും പേരിരിക്കുന്നതിന്റെ നടുവിൽ എന്നെ എടുത്തോണ്ട് പോയാ സമ്മതിച്ചിരുന്നു നിങ്ങൾ? ഹലോ, എന്റെ ഇതൊക്കെ ചുമ്മാ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലെന്നേ. നിങ്ങൾ എന്തോ പറയുന്നേ? നടക്കാത്ത ഒരു കാര്യം ഇതിനകത്ത് എഴുതിയിട്ടില്ല, നടന്നത് എഴുതിയിരിക്കുന്നു. നടന്നതാ എഴുതിയിരിക്കുന്നതെങ്കിൽ നമുക്കും അത് ആപ്ലിക്കബിളാ. പക്ഷെ ഒരു കാര്യം, നമുക്ക് എപ്പോഴും പറ്റുന്ന സമയങ്ങൾ പോകും തോറും, കാലങ്ങൾ പോകും തോറും നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ എന്നോ നടന്ന ചരിത്ര സംഭവമായിട്ട് ചരിത്രത്തിൽ എഴുതപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പോവുകയാ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി എടുക്കണ്ട, 9-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പം ശൗലിനെ ദൈവം ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് തൊട്ടു. അവിടെ വെച്ച് അവൻ താഴെ വീണു. അടുത്തുള്ള സ്ഥലത്തേക്ക്, ദമസ്കോസിലേക്ക് അവനെ പിടിച്ചു കൊണ്ടുപോയി ഒരു ഭവനത്തിലാക്കി. ഒരാളെ ദൈവം പതുക്കെ വിളിക്കുകയാ, അനന്യാസേ, അനന്യാസേ. വീട്ടഡ്രസ് കൊടുക്കുകയാ. എന്റെ പൊന്നച്ച, ഇവിടെ ഒരു പ്രവാചകൻ എഴുന്നേറ്റ് വല്ല വീട്ടഡ്രസ്സോ വല്ലതും പറഞ്ഞു പോയെങ്കിൽ അവനെ ട്രോളി കൊല്ലാനിരിക്കുക ഇവിടുത്തെ സോഷ്യൽ മീഡിയ അല്ല. ആ പറഞ്ഞതിനോടോ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയുന്നു, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മള് അനന്യാസിനോട് ദൈവം പറഞ്ഞു കൊടുക്കുക, നിർവീതി എന്ന തെരുവിൽ സ്ട്രീറ്റ് അഡ്രസ് വരെയാ കൊടുക്കുന്നത്.
അവിടെ ചെല്ല്. ആമേൻ. അവിടെ ശൗൽ എന്ന് പറഞ്ഞൊരുവൻ അവിടെ ഉണ്ട്. അവൻ ചുമ്മാതിരിക്കല്ല, അവൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുക മാത്രമല്ല, ആ ഭവനത്തിലേക്ക് അനന്യാസ് എത്തുന്നതും അവന്റെ തലമേൽ കൈവെക്കുന്നതും അവൻ കണ്ടിരിക്കുന്നു. ഒരേ സമയത്ത് രണ്ടിടത്തും ഒരുപോലെ ആലോചന കൊടുത്തു, ഒരുപോലെ ദർശനം കൊടുത്തു. ഇത്രയും നിങ്ങൾക്കൊന്നും ആഗ്രഹിക്കത്തില്ലേ? അറ്റ്ലീസ്റ്റ് ദൈവമേ എന്നോടൊന്ന് ഇടപെടണമെന്ന് പറയാം. ആമേൻ. ഈ കാലഘട്ടത്തിന് വേണ്ടിയുള്ള ശേഷിപ്പെന്ന് നമ്മൾ പറയുമ്പോൾ, ആമേൻ, ഞാൻ ഒരു ഉറപ്പായിട്ട് പറയും, ഇങ്ങനെ അവസാനിക്കേണ്ട കാലം ശേഷിപ്പല്ലിത്. മുന്നിൽ നിൽക്കുന്ന ഒരാളോ രണ്ടുപേരോ പ്രാർത്ഥിക്കണമെന്നല്ല. ഇതിനകത്ത് നിങ്ങൾ എല്ലാവരും രാജകീയ പുരോഹിത വർഗമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാ. ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ലീഡ് ചെയ്യാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നല്ലാതെ നിങ്ങളെക്കാൾ ഒട്ടും വ്യത്യസ്തത ഞങ്ങൾക്കില്ല. ആമേൻ, ആമേൻ. പലപ്പോഴും ചിലതൊക്കെ കാണുമ്പോൾ വിളിച്ചു പറയുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യം ഞങ്ങൾക്കില്ല. വചനം പറയുന്നു, അവർ വിളിച്ചു പറഞ്ഞ വചനത്തെ പരിശുദ്ധാത്മാവരോട് കൂടെ ഇരുന്ന് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അതിനെ ഉറപ്പിച്ചു എന്ന്. അന്ന് നടന്നത് ഇന്നും നടക്കും, ഇന്നും നടക്കും, ഇന്നും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഉപവാസ പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും വരാനൊക്കെ പറയുമ്പോ, ആമേൻ, പലർക്കും അതിനകത്തൊരു മടിയായിപ്പോ. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാനൊന്നും ഇല്ല എല്ലാവർക്കും. എവിടെയോ കൈമോശം വന്നു പോയതുപോലെയാ ദൈവശക്തിയും ദൈവിക ഇടപെടലും. ആമേൻ. നമുക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമായോ? നമുക്ക് ലഭിച്ച ദൈവകൃപ വൃഥാവായി പോയോ? കൃപ തന്നവൻ ഒരിക്കലും വൃഥാവാകാനല്ല തന്നേ. കൃപ നമ്മുടെ മേൽ പകർന്നവൻ ഒരിക്കലും അത് വ്യർത്ഥമാക്കാനല്ല നമ്മുടെ മേൽ തന്നത്. എന്റെ പാസ്റ്റർ, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. ദൈവത്തോട് പറ, കൃപ അധികം ലഭിക്കുന്നേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ മേൽ കൃപ ഇറങ്ങി അതിന്റെ ആഴം അവന്റെ മേൽ ഇറങ്ങിയപ്പോ അവൻ പറഞ്ഞു, ഈ ലോകത്തിൽ ഇതൊന്നും ഒരു കാര്യമല്ലെന്ന്, വിട്ടു പിരിഞ്ഞു പോണം. ഇപ്പോഴും നമുക്കെല്ലാം അകത്ത് ഭയമാണ് ഈ വിട്ടു പിരിഞ്ഞു പോകാൻ. എന്റെ പാസ്റ്റർ, ഞങ്ങൾ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, കുറച്ചുകൂടെ ജീവിക്കട്ടെ. എന്തോ ജീവിതമായത്. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ സകലത്തെയും ചപ്പെന്നും ചമറെന്നും പൗലോസ് നിനക്ക് എണ്ണാൻ കഴിഞ്ഞത് എന്താ? അവൻ പറയും, എന്നോടുള്ള ദൈവത്തിന്റെ കൃപ വൃഥാവായില്ല. ആ കൃപയ്ക്കകത്ത് ഞാൻ കയറിയപ്പോ, അത്ര ശക്തമായി ഞാൻ കയറി വന്നപ്പോ എനിക്ക് മനസ്സിലായി, ഇതൊന്നുമല്ല, ഇതിനപ്പുറത്തൊന്ന നിത്യത എന്ന് പറയുന്നത്. ആമേൻ. ഈ പകൽക്കാലം നിത്യത പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയല്ല പ്രിയമുള്ളവരെ. ഇവിടെ ജീവിക്കുന്ന സമയത്ത് സാധാരണ മനുഷ്യരെ പോലെ, ലോക മനുഷ്യരെ പോലെ, ലോകത്തിലുള്ളതിന് വേണ്ടി ജീവിതത്തെ ഓടി തീർക്കാനല്ലെന്നേ. ആമേൻ.
ഇവിടെ ചിലത് പ്രാപിക്കാൻ ദൈവം വെച്ചിരിക്കുന്നത് ഒരു ശകലം പോലും ബാക്കി വെക്കാതെ പ്രാപിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് കൃപ മാത്രമല്ല ഞാൻ പറയുന്നത്, ശക്തി മാത്രമല്ല പറയുന്നത്, ഭൗതിക തലത്തിലും നിനക്ക് വേണ്ടി വെച്ച അനുഗ്രഹങ്ങളെ പ്രാപിച്ചിട്ട് ഇവിടുന്ന് പോകാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിന്റെ മേൽ ഇറങ്ങണമെന്ന് നീ ആഗ്രഹിക്കണം. ദൈവസന്നിധിയിൽ അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, നീ എന്നെ കുറിച്ച് പദ്ധതി ഇട്ടിരിക്കുന്ന എന്തോ അത് എന്റെ മേൽ വെളിപ്പെടണമെന്ന് പറയാൻ രാവിലെ സമയത്ത് എഴുന്നേൽക്കുമ്പോ ഇന്നത്തെ ദിവസം എന്റെ മേൽ വെളിപ്പെടേണ്ട ദൈവകൃപ വെളിപ്പെടണം. ദൈവകൃപയുടെ ആഴങ്ങൾ എന്റെ മേൽ വെളിപ്പെടണം. പരിശുദ്ധാത്മാവിനെ നടത്തണം. ആത്മശക്തിയുടെ വ്യാപാരത്താൽ ഇന്ന് പകൽ ഹല്ലേലൂയ ചിലത് ചെയ്യാൻ ദൈവത്തിന്റെ പ്രാപ്തി അവനോട് നിർത്തണം. ഇത് ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ? നിന്റെ മേൽ ദൈവകൃപ ചലിക്കൂ. മറ്റുള്ളവർക്ക് ആർക്കും കൃപയില്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ കൃപ ഉപയോഗിക്കാൻ കൃപ വരമല്ല ഞാൻ പറയുന്നത്. വരം അതിന്റെ അടുത്ത കാര്യമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ മേൽ കൃപ വ്യാപരിച്ചപ്പോ ഇതിന്റെ കൂടി ഇതെല്ലാം വന്നിട്ടുണ്ടെന്നേ. പക്ഷെ അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, അത് നിന്നിലൂടെ അത് വെളിപ്പെടണമെങ്കിൽ, നിനക്കത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കല്ലിൽ ശരിക്കും പറഞ്ഞാൽ ദൈവമായിട്ടുള്ളൊരു ക്ലോസ് ബന്ധത്തിലേക്ക് നീ ഒന്ന് കയറിയാൽ മതി. വളരെ ഈസിയാ നടക്കും. പക്ഷെ ആ ക്ലോസ് ബന്ധമാണ് നമുക്ക് പറ്റാത്തത്. ആമേൻ. നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ വിസ്തരിക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ കുറവും കുറ്റവും ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ദൈവം എന്നെ വിളിച്ചത്. അതിനാ കൃപയെന്ന് പറയുന്നേ. പക്ഷെ അതിനകത്ത് ജീവിക്കണമെന്നല്ല ഞാൻ പറയുന്നേ. നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന കാര്യങ്ങൾ അന്നേരം ക്ലിയർ ചെയ്യാൻ നീ ശ്രമിക്കണം. അത് വേണം. പക്ഷെ അതുകൊണ്ടല്ല നമുക്ക് എവിടെയോ കല്ലിൽ വിശ്വാസത്തിന്റെ ചോർച്ച വരുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം. ഈ ദൂത് ഞാൻ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ആരുടെയൊക്കെ ഉള്ളിൽ അത് വന്ന് കയറുന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ നിന്റെ ഉള്ളിൽ അത് കയറുന്ന ഓർത്തോണം. ഈ കാലഘട്ടത്തിന്റെ ശേഷിപ്പാണ്, ഈ കാലഘട്ടത്തിന്റെ ശേഷിപ്പാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ ഉണ്ടെന്നേ. നിത്യതയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരാളെന്നല്ല ഞാൻ പറയുന്നത്. ഈ കാലഘട്ടത്തിന് ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ ദൈവം കണ്ടുവച്ചിരിക്കുന്ന ദൈവിക പദ്ധതി മേൽ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ഇടപെടലുള്ള ഒരു കൂട്ടത്തെയാണ് ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ തിരിച്ചറിഞ്ഞ് വിളിച്ചു പറയുന്നത്. എനിക്കത് ഉറപ്പാണ്. ദൈവത്തിന്റെ കരം ഇതിനു വേണ്ടി ചലിക്കുമെന്ന്. നിന്റെ മുമ്പിൽ ചിലത് കീഴടങ്ങുന്നത് കഴിഞ്ഞാഴ്ച നമ്മൾ ചിന്തിച്ചോണ്ട് ബാല് മുട്ടുമടക്കാത്തൊരു തലമുറയാ. ആ തലമുറയാണ് നീ ഇതെങ്കിൽ മറ്റു പലതിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ അല്ല ദൈവം നിന്നെ വിളിച്ചത്. പലതും നിന്റെ മുമ്പിൽ മുട്ടുമടക്കണം. പൈശാചിക തന്ത്രങ്ങളൊക്കെ നിന്റെ മുമ്പിൽ മുട്ടുമടക്കണം. ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ മുമ്പിൽ മുട്ടുമടക്കണം. ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ചലിക്കുമ്പോ, ദൈവത്തിന്റെ കൃപയിൽ ഞാൻ നിറഞ്ഞു നിൽക്കുമ്പോ ദൈവികമായിട്ടുള്ള ചിലത് നിന്റെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവകരത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അത്ഭുതകരമായ ദൈവിക വിടുതലുകളെ പകരുന്ന ഒരു ദൈവിക ഇടപെടലുണ്ട്. ദൈവകരത്തിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടയ്ക്കാം. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ദൈവസന്നിധിയിൽ നാം ഇരിക്കുന്നുണ്ട്. ഇന്ന് പകൽ അല്പമിനിറ്റുകൾക്കുള്ളിൽ, അല്പസമയങ്ങൾക്കുള്ളിൽ ഇന്നത്തെ ആരാധനയും കഴിയും. ഇന്ന് പകൽ ദൈവത്തോട് അതിനം തുറന്ന് നീ ചോദിക്കേണ്ടത്, കർത്താവേ, ഈ പറയുന്ന വചനം എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ എന്നോടുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമാകാതെ, വൃഥാവാകാതെ അതിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് വ്യക്തതയോടുകൂടെ വെളിപ്പെട്ടു വരേണ്ടതിന് എന്നെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറയാൻ എന്റെ അത്തരം തുറന്ന് നീ പറഞ്ഞു. ഒരു ദൈവകൃപ നിന്നെ മേൽ ചലിക്കാൻ ഇടയാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഗ്യത കൊണ്ടല്ല പ്രിയമുള്ളവരെ, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല പ്രിയമുള്ളവരെ,
ഇന്ന് പകൽ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. അതിനെ മാത്രം നിങ്ങളൊന്ന് ട്രസ്റ്റ് ചെയ്യുക. ആ ദൈവകൃപയൊന്ന് ട്രസ്റ്റ് ചെയ്യുക. ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപ ചലിക്കുമെന്നേ വിശ്വസിക്കാൻ തയ്യാറാകുക. പരിശുദ്ധ പിതാവേ, അവിടുത്തെ പുത്രനോട് നിങ്ങളെ സ്നേഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി അവിടുത്തെ കൃപയാല ഈ പകൽ അത് ഞങ്ങളുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോ, ഇന്ന് പകലിന് നടുവിൽ കടന്നു മുതൽ കുഞ്ഞുങ്ങൾ മടങ്ങുമ്പോ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സകല രോഗശക്തികളും അഴിഞ്ഞു മാറണം. ഈ പകലിന്റെ മേൽ പകർന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. രോഗശക്തികളെ അഴിഞ്ഞു മാറാൻ ഒരു ദൈവപ്രവൃത്തിയുടെ പകലായി ഇന്ന് പകൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. വ്യക്തികളുടെ മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ. അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. അടുത്ത ആഴ്ച ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയത്തക്ക നിലവാരത്തിലുള്ള ചില അത്ഭുതങ്ങൾ ഇന്ന് പകൽ ഈ ജനത്തിന് മേൽ വെളിപ്പെടേണ്ടതിനായിട്ട് ഞാനതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. സ്വർഗം അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരും ഒരുപോലെ ദൃശ്യം ഏൽപ്പിക്കുന്നു. മുഴുവൻ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.